Assalamualaikum. Welcome to used-oskar Henna. മൈലാഞ്ചി ഇടാൻ ഇഷ്ടമുള്ളവർക്കും അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയൽസാണ് നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെഹന്തി ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു എലമെൻറ്റാണ് ഫ്രിൽ ഫ്ലവർ. അതെങ്ങനെയാണ് വരക്കണേന്ന് നോക്കാം. സാധാരണഗതിയിൽ ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ താഴെ ഫ്രില്ല് ചെയ്യാൻ എല്ലാവർക്കും കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഈ മെഹന്തി ക്ലാസ്സുകൾ കൊടുക്കുമ്പോൾ അതിനകത്ത് നിന്ന് മനസ്സിലായത് ഇതേപോലെ ഒരു സ്വേൾ അല്ലെങ്കിൽ ഒരു റൗണ്ട് വരച്ചിട്ട് അതിന് ചുറ്റും ഫ്രില്ല് വരയ്ക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഈ സ്വേളിനെ 4 പോർഷനായിട്ട് തിരിച്ചിട്ട് ഓരോരോ പോർഷനുകൾ ഫില്ല് ചെയ്ത് കൊടുക്കും. ഒറ്റയടിക്ക് ഒരു സ്ഥലത്ത് നിന്ന് അവസാനിപ്പിക്കാതെ ഓരോരോ പോർഷൻ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഫ്രിൽ ഫ്ലവർ ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മൾ അതിന് ചുറ്റും ഒരു ഡോട്ട് ഇട്ട് കൊടുത്ത്, ഡോട്ട് ഇടുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഡോട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു മുത്ത് പോലെ നിൽക്കണം, അങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം ഡോട്ട് ഇട്ട് കൊടുക്കാൻ. പിന്നെ നമ്മൾ ഈ ഫ്രിൽ ഫ്ലവർ വെച്ചിട്ട് 2 ഫില്ലിങ് എങ്ങനെ കയ്യിൽ ചെയ്യാമെന്നാണ് നോക്കുന്നത്. ആദ്യത്തേത് നമ്മൾ മുകളിൽ വരച്ച പോലെ തന്നെ സ്വേൾ വരച്ചിട്ട് അതിന് ചുറ്റും 2 ലെയർ ഫ്രില്ല് കൊടുത്തിട്ട് വരയ്ക്കുന്ന ഒരു മെത്തേഡും, അടുത്ത മെത്തേഡ് സ്വേളിന് പകരം റൗണ്ട് വരച്ചിട്ട് അതിനകത്ത് ഡയറക്റ്റ് ഫില്ല് ചെയ്യുന്ന മെത്തേഡുമാണ്. അപ്പോൾ ഈ 2 എലമെൻറ്റ്സ് നമ്മുടെ ബ്രൈഡിന് ഒക്കെ നമ്മൾ മെഹന്തി ഇടുമ്പോൾ അല്ലെങ്കിൽ ആർക്കാണെങ്കിലും മെഹന്തി ഇടുമ്പോൾ കൈ നിറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, കൈയുടെ ഫുൾ പോർഷൻ നിറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് സാധാരണ യൂസ് ചെയ്യുന്ന ഒരു എലമെൻറ്റാണ്. അപ്പോൾ ഈ ഫ്രിൽ ഫ്ലവർ വരച്ച് നന്നായി പഠിക്കണം, എന്നാലാണ് നല്ല പെർഫെക്ഷനിൽ അതിൻ്റെ ഓരോ ഫ്രില്ലും നല്ല പെർഫെക്റ്റിൽ വന്നാലാണ് ആ ഡിസൈൻ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഞാൻ 2 തരത്തിലുള്ള ഫില്ലിങ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആദ്യത്തേത് സ്വേൾ വരച്ചിട്ടും പിന്നെ റൗണ്ട് വരച്ചിട്ടും. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഭംഗി, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. ഓക്കെ, ഇത്രേ ഉള്ളൂ. താങ്ക് യു.